ഇന്നത്തെ അവസ്ഥയിൽ 10.5 പവൻ സ്വർണത്തിന് തുല്യമായ ക്യാഷ് ഒരാളുടെ കയ്യിലുണ്ട്. അത്രയും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് നൽകണം. എന്ന് പറയുമ്പോൾ ഒരു 30,000-ലേറെ രൂപ വരും അല്ലേ? ഇങ്ങനെ നൽകണം. അപ്പോൾ ഒരു കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ എത്ര കൊടുക്കേണ്ടി വരും? 2.5 ലക്ഷം രൂപ അയാൾ ആ നിലയ്ക്ക് ചിലവഴിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അങ്ങനെ കൊടുത്താൽ തീർന്നു പോവില്ലേ? ഞാൻ ഉണ്ടാക്കിയതല്ലേ, എൻ്റെതല്ലേ, ഞാനിതിന് കൊടുക്കണം? അങ്ങനെയല്ല, അള്ളാഹു തന്നതാണ്. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ് നമുക്ക് നേടാൻ പറ്റിയത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മുടെ ചുറ്റിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് അതിൻ്റെ അവകാശം കൊടുക്കണം. ഖുർആൻ അതിൻ്റെ 8 അവകാശികളുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സൂറത്ത് തൗബ 60-ാമത്തെ ആയത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് വലിയ ഒരു കാഴ്ചപ്പാടാണത്. സമ്പത്ത് എൻ്റേതല്ല, അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു എൻ്റെ കയ്യിൽ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്.